നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ദൃശ്യമാധ്യമ ചർച്ചകളിലെത്തി താരങ്ങളായി മാറുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേരാണ് ശ്രീജിത്ത് പണിക്കരുടേത്. ശ്രീജിത്ത് പണിക്കർ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വിഷയം അത്രത്തോളം ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരവധി ആരാധകരും ഈ രംഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ച കാണാനും ചർച്ചയിൽ അദ്ദേഹം സ്കോർ ചെയ്യുന്നത് കാണാനും ആ സ്കോർ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടാൽ 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് പേർ കാണുന്ന തരത്തിലാണ് ശ്രീജിത്ത് പണിക്കരുടെ ഈ രംഗത്തെ വൈദഗ്ധ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചർച്ചയിൽ അദ്ദേഹവും രാഹുൽ ഈശ്വറും തമ്മിലുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വാഗ്വാദം, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറെ തറപറ്റിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ സ്കോർ ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ വളരെയേറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം ഇതായിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഷഹീദ് അഫ്രീദിയെ നമ്മുടെ ക്യൂബ, അതായത് മലയാളികളായ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, കൊച്ചി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്യൂബ ഷഹീദ് അഫ്രീദിയെ അവരുടെ ഒരു ചടങ്ങിൽ ക്ഷണിച്ചു വരുത്തി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരു സംഭവം, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം, അതിപ്പോൾ വളരെയേറെ ചർച്ചയായിരിക്കുകയാണ്. ഇതാണ് ന്യൂസ് 18 ചർച്ചയ്ക്കായി എടുത്തത്. പക്ഷേ ഈ ചർച്ചയിൽ രാഹുൽ ഈശ്വർ തുടക്കം മുതൽ തന്നെ ഷഹീദ് അഫ്രീദിയെ പിന്തുണച്ചുകൊണ്ട്, ഷഹീദ് അഫ്രീദി കാരണം, അതായത് അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്, പാകിസ്ഥാനിലെ പ്രമുഖ ക്രിക്കറ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ചടങ്ങിലേക്ക് ഇത്തരത്തിൽ ക്ഷണിച്ചത്. അതുകൊണ്ട് ഒരു സംഭവത്തിൽ വലിയ വിവാദങ്ങൾക്ക് കഴമ്പില്ല, അത് ശരിയാണ് എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ ന്യായീകരിച്ചത്. പക്ഷേ കൃത്യമായി എന്തുകൊണ്ട് ഷഹീദ് അഫ്രീദിയെ നമ്മൾ എതിർക്കുന്നു എന്നത് കൃത്യമായി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വർ കണ്ടം വഴി ഓടി എന്നതാണ് കരക്കമ്പി കേൾക്കുന്നത്. അതായത് ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് സാധാരണ ഒരു വസീം അക്രം പോലെ, അല്ലെങ്കിൽ നമുക്കറിയാം വഖാർ യൂനുസിനെ പോലെ പാകിസ്ഥാനിലെ പ്രമുഖ ക്രിക്കറ്റർമാരുണ്ട്, ഇന്ത്യയിൽ ആരാധകരുള്ള നിരവധി പേരുണ്ട്. അത്തരത്തിലുള്ള ഒരാളല്ല. തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ഒരു ആളാണ് ഷഹീദ് അഫ്രീദി. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നമുക്ക് മുന്നിലുണ്ട്. ഇന്ത്യയിലെ പട്ടാളക്കാർ അവർ ഇവിടുത്തെ പൗരന്മാരെ കൊന്ന് അത് പാകിസ്ഥാന് മേൽ ആരോപണം ചാർത്തുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. മാത്രമല്ല, അത്തരം പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് മാത്രം ഷഹീദ് അഫ്രീദിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് എക്സിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ന് വിളിക്കുന്നതിൽ പോലും എനിക്ക് താല്പര്യമില്ല. അയാൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വിസ പോലും നമ്മുടെ രാജ്യം നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഇത്തരത്തിലൊരു ചടങ്ങിലേക്ക് കൊണ്ടുവന്ന് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്നതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. എന്താണ് രാഹുൽ ഈശ്വറിന് പറ്റിയത്? രാഹുൽ ഈശ്വർ തുടക്കത്തിൽ വളരെയേറെ സംഘപരിവാർ അനുകൂലിയായിരുന്നു. ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ ആ രീതിയിലായിരുന്നു പ്രതികരിച്ച് കണ്ടത്. പിന്നീട് പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്കിടയിൽ നിന്നും പുരുഷന്മാരെ മോചിപ്പിക്കാൻ ഒരു പുരുഷ കമ്മീഷനൊക്കെ ആരംഭിച്ചു രാഹുൽ ഈശ്വർ. പക്ഷേ ഇപ്പോൾ മുഖ്യമായും രാജ്യവിരുദ്ധ പ്രവർത്തനം പോലെ തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീജിത്ത് പണിക്കർ പോയിന്റുകൾ വെച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് കണ്ടുനിന്ന പ്രേക്ഷകർക്കും ഹീറോ ആയത് ഇപ്പോഴും ശ്രീജിത്ത് പണിക്കർ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു സന്തോഷകരമായ ചർച്ചയാണ് ഇന്നലെ നടന്നത്.